എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിതവൈദ്യുതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത്? ചാർജിങ് ബൈ ഫ്രിക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതായത് റബ്ബ് ചെയ്യുമ്പോൾ ചാർജിങ് ബൈ റബ്ബിംഗ് എന്നൊരു മെത്തേഡാണല്ലോ നമ്മൾ കണ്ടത്. അതായത് റബ്ബ് ചെയ്യുമ്പോൾ, അതായത് റബ്ബ് ചെയ്യുമ്പോൾ ഉരസുകയാണ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയാം കേട്ടോ. ഉരസുമ്പോൾ അവിടെ ചാർജ് ഉണ്ടാകുന്നുണ്ട് അല്ല. ഉരസുമ്പോൾ എന്താണ്, ഇലക്ട്രോൺസ് ലീവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അത് നഷ്ടപ്പെടുവാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടുമെന്നും അല്ലെ നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് അവിടെ ഗെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ് കിട്ടുമെന്നും പറഞ്ഞു. അപ്പം രണ്ട് ഒബ്ജക്ട്സിലേക്ക് ചാർജ് വരുവാണ്. എങ്ങനെയാണ്? ബൈ ഫ്രിക്ഷൻ. അപ്പോൾ ഒരു ചാർജിങ്ങിന്റെ ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ചോട്ടെ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ചാർജിങ് ബൈ റബ്ബിംഗ് ആണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. ലൈക്ക് ചാർജസ് എങ്ങനെയാണ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും എന്നൊക്കെ പഠിച്ചു. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിത എന്താണ് വൈദ്യുതി എന്ന് പറയും. നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോം ഓഫ് എനർജിയാണ്. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ഒരു എനർജിയാണ്. നമുക്കറിയാം പലതരത്തിലുള്ള എനർജി ഉണ്ടല്ലോ. സൗണ്ട് എനർജി, ലൈറ്റ് എനർജി, അങ്ങനെയുള്ള പലതരത്തിലുള്ള എനർജി ഉണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു. ആ ഇലക്ട്രിസിറ്റി ആ എനർജിയാന്ന് പറഞ്ഞു. അപ്പൊ ആ എനർജി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ചാർജസ് കണ്ടല്ലോ, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യാം, അതായത് ഫ്ലോ ചെയ്യാം. ചാർജസിന്റെ ഒഴുക്ക് മൂലം എന്താണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട്. അതായത് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്? ചാർജസിന്റെ ഫ്ലോ മൂലമാണ്. ചാർജസ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതുമൂലം ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട്. ഇനി ചാർജസിന്റെ പ്രസൻസ് മൂലം, ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു ചാർജസ്, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ് ക്യൂർ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അവിടെ ചാർജസിന്റെ പ്രസൻസ് ആണ്. അപ്പൊ ആ ചാർജസിന്റെ പ്രസൻസ് മൂലമാണ് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി പറയും. അതായത് ചാർജസ് അവിടെ ഫ്ലോ ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ബൾബ് എന്താണ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യണം. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്യണം അല്ലേ. എന്നിട്ട് ബൾബിലേക്ക് കൊടുക്കുമ്പോഴാണ് ബൾബ് കത്തുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ചാർജ് ഫ്ലോ ചെയ്യുവാണ് ചെയ്യുന്നത്. അവിടെ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അതനുസരിച്ച് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുകയുണ്ടാവുന്നത്, അല്ലെങ്കിൽ കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം ചാർജസ് ഫ്ലോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ വേറെ പേര് പറയും, കറണ്ട് ഇലക്ട്രിസിറ്റി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ പഠിക്കാനുള്ളതാണ്, ഒന്ന് ഓർമ്മയിരിക്കുക കേട്ടോ. ചാർജസ് ഫ്ലോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ചാർജസിന്റെ പ്രസൻസ് ആണ് അവിടെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. അത് നോക്കുക കേട്ടോ. ഇലക്ട്രിസിറ്റി ഇസ് എ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓർ ഫ്ലോ ഓഫ് ചാർജസ്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ദ പ്രസൻസ് അല്ലെ. പ്രസൻസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ്, ചാർജസിന്റെ പ്രസൻസ് മൂലം, സാന്നിധ്യം മൂലം, അല്ലെങ്കിൽ ചാർജസ് ഒഴുകുന്നത് മൂലമാണ് ഈ എനർജി, അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ എനർജി ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിങ്ങനെ ഇലക്ട്രോൺസ് കണ്ടില്ലേ, ഇലക്ട്രോൺസ് ഇങ്ങനെ എന്താണ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. റബ്ബ് ചെയ്തപ്പോൾ, രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ലോസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ചാർജിങ് എന്ന് പറയും. മനസ്സിലായത്? പ്രോസസ് ഓഫ് മേക്കിംഗ് ഒബ്ജക്ട്സ് ചാർജ്ഡ് ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തു അല്ലെ. നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യല് പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ചാർജിങ് എന്നാണ് പറയുന്നത്. ചാർജ് ആവും. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു വസ്തുവിന് ഇപ്പം ചാർജ് ഇല്ലാത്ത ഒരു വസ്തുവിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുന്ന ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് അവിടെ ഫ്ലോ ചെയ്യുവാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നില്ലാത്തതിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ സ്കെയില് നമ്മൾ കണ്ടില്ലേ, നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടില്ലേ, സ്കെയില് ഇല്ല, ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റർ ആണ് കേട്ടോ. അപ്പം സ്കെയിലിനെ റബ്ബ് ചെയ്തപ്പോഴല്ല അതിനൊരു ചാർജ് വന്നത്. അതെങ്ങനെയാണ്? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഹെയറിൽ റബ്ബ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹെയറിൽ റബ്ബ് ചെയ്തപ്പോൾ അതിന് ചാർജസ് വരുവാണ് ചെയ്തത്. ക്ലിയർ ആണല്ലോ. അപ്പം അതൊരു എന്താണ്? സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇൻസുലേറ്റർ ആണ്. അപ്പൊ അതിലേക്ക് ചാർജ് വരുന്നുണ്ട്. ആ ചാർജ് എന്താണ്? ആ ചാർജ് അതിൽ തന്നെ നിൽക്കുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആ ചാർജ് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ടോ? സ്കെയിലുള്ള ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ചാർജ് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്താണ്? ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ, അതായത് നിശ്ചലാവസ്ഥയിൽ അങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. Insulators are substances that do not conduct electricity. If charge accumulate in them, it remains the same place without being able to flow. ചാർജ് അതിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്? അത് അവിടെ തന്നെ ഇരിക്കും, അത് ഫ്ലോ ചെയ്യുന്നില്ല. The electricity obtained in this way. അങ്ങനെ കിട്ടുന്ന ഇലക്ട്രിസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി എന്ന് പറയും. മനസ്സിലായല്ലോ? എന്താ നോക്കിയേ, if electric charge remains in the same place കേട്ടോ, if electric charge remains in the same place without being able to flow.
such electricity is called static electricity. അതായത് ഇലക്ട്രിക് ചാർജ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ അത് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, മനസ്സിലുള്ളത് ഒരിക്കലും ഫ്ലോ ചെയ്യുന്നില്ല, ഒഴുകുന്നില്ലാതെ അവിടെ തന്നെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ഒരു ചെറിയൊരു രീതിയിലുള്ള ഇലക്ട്രിസിറ്റികൾ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ചാർജ് അവിടെ ഉണ്ടാകുന്നുള്ളൂ. അത് ഉപയോഗിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ള, ഇപ്പം ഇതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ, ക്യാൻ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ലൈറ്റ് അപ്പ് എ ബൾബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വലിയ ഹൈ വോൾട്ടേജിലൊന്നും നമുക്ക് ബൾബ് ഉപയോഗിക്കാൻ പറ്റില്ല. ചെറിയ രീതി LED പോലെയുള്ള ചെറിയ ചെറിയ, അല്ലെങ്കിൽ അതുപോലെ വോൾട്ടേജ് കുറഞ്ഞ ബൾബുകളൊക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട്. അപ്പൊ അതും ഇലക്ട്രിസിറ്റിയാണ്, സ്ഥിത വൈദ്യുതിയാണത്. മൂവ് ചെയ്യുന്നില്ലാത്ത വൈദ്യുതിനെ നമ്മൾ എന്ത് പറയും? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അത് ഓർത്തിരിക്കട്ടോ. മൂവ് ചെയ്യുന്നില്ലാത്ത ഇലക്ട്രിസിറ്റിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. മൂവ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ വേറൊരു പേര് പറയും, എന്താണ്? കറണ്ട് ഇലക്ട്രിസിറ്റി കേട്ടോ. ഒന്ന് ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞു ഇത് ഹയർ ക്ലാസ്സുകളിലേക്ക് വരും പഠിക്കാനുള്ളതാണ്. ചാർജസ് ഫ്ലോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിനെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ചാർജസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? മൂവ് ചെയ്യാതിരിക്കുന്നതിന് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കണ്ടായിരുന്നു ഒരു മെത്തേഡിൽ ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ കണ്ടു, അതായത് ചാർജിങ് ബൈ റബ്ബിംഗ് എന്ന് പറയും കേട്ടോ. ചാർജിങ് ബൈ റബ്ബിംഗ് അല്ലെങ്കിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്നൊക്കെ പറയും കേട്ടോ. ഫ്രിക്ഷൻ, ഒരസി ഇല്ലേ, ഒരസുമ്പോൾ എങ്ങനെയാണ് അവിടെ ചാർജ് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് മെത്തേഡ്സും ഉണ്ട് ചാർജിങ് ചെയ്യാനുള്ള മറ്റു മെത്തേഡ്സ്. അതായത് എന്താണ്? ഇലക്ട്രോൺസിനെ ചാർജിങ് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഇല്ല. ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനൊരു ചാർജ് കിട്ടുന്നുണ്ട്, മറ്റൊരു വസ്തുവിന് ചാർജ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് മറ്റു മെത്തേഡുകളുണ്ട്. നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് ചാർജ് ലഭിക്കുന്നു എന്ന് പറഞ്ഞു ഇല്ലേ, നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനി മറ്റു മെത്തേഡുകൾ ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ അടുത്ത മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അതായത് സമ്പർക്കം മൂലം കേട്ടോ, സമ്പർക്കം മൂലം ചാർജ് ചെയ്യുന്നു എന്ന് പറയാം. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ചിത്രം നോക്കിയേ. അതായത് രണ്ട് ഒരു ഇതിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്താണ്? രണ്ട് പിത്ത് ബോൾസ് ആണ് കേട്ടോ. പിത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബോൾസ് ആണ്. അതിൽ ഒരു മെറ്റലിന്റെ ഒരു കോട്ടിംഗ് ഉള്ള ഒരു ബോൾസ് ആണ് കേട്ടോ. മെറ്റൽ കോട്ടിംഗ് ആണ് ഇതിനുള്ളത്. അങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു ഗ്ലാസ് റോഡ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതാ നോക്കിയേ, കണ്ടോ? റബ്ബ് എ ഗ്ലാസ് റോഡ് വിത്ത് എ സിൽക്ക് ക്ലോത്ത് ആൻഡ് ടച്ച് ടു ദ പിത്ത് ബോൾസ്. അതൊരു ഗ്ലാസ് റോഡ് എടുക്കുക, എന്നിട്ട് ഒരു സിൽക്ക് ക്ലോത്തിൽ റബ്ബ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. ഒരു ഗ്ലാസ് റോഡ് എടുത്തിട്ട് സിൽക്കിൽ റബ്ബ് ചെയ്യുന്നു. അപ്പൊ തന്നെ നോക്കിയാൽ ഗ്ലാസ് റോഡിന് ഏത് ചാർജ് ആയിരിക്കും വേണ്ടുന്നത്? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ്. നമ്മൾ കണ്ടതല്ലേ, സിൽക്കിന് എങ്ങനെയാണ് നെഗറ്റീവ് ചാർജും വരും. ക്ലിയർ ആയല്ലോ? ഗ്ലാസ് റോഡും സിൽക്കും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൽ നിന്ന് എന്താണ് ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ്, സിൽക്കിന് നെഗറ്റീവ് ചാർജ്. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു ഗ്ലാസ് റോഡ് ഈ പിത്ത് ബോൾസിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഈ പിത്ത് ബോൾസ് ഇവിടെ രണ്ടും ടച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? രണ്ട് പിത്ത് ബോൾസ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടു, അത് രണ്ടും കോണ്ടാക്ട് ഇവിടെ ടച്ച് ചെയ്തിരിപ്പുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ ഗ്ലാസ് റോഡ്, ഇതാണ് നമ്മുടെ ഗ്ലാസ് റോഡ്. അതിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. പോസിറ്റീവ് ചാർജ് ഗ്ലാസ് റോഡ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഈ പിത്ത് ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് അപ്പാർട്ട് എന്ന് പറയാം. രണ്ട് പിത്ത് ബോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. അതിന് കാരണം എന്തായിരിക്കാം? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ റിപ്പൽഷൻ അല്ലേ, റിപ്പൽ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ റിപ്പൽ ചെയ്ത് പോവാ ചെയ്യുന്നത്. അപ്പൊ റിപ്പൽ ചെയ്ത് പോകാൻ കാരണം എന്തായിരിക്കാം? കാരണം രണ്ടിനും ഒരേ ചാർജ് ആയതുകൊണ്ടാണ് അത് റിപ്പൽ ചെയ്ത് പോയത്. ആദ്യമേ ഒരു ചാർജ് ഒന്നുമില്ല, ന്യൂട്രൽ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിലേക്ക് നമ്മളൊരു ഗ്ലാസ് റോഡ് കൊണ്ടുവന്ന്, പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു. ടച്ച് ചെയ്യുക, കൊണ്ടുവരാൻ മീൻസ് ടച്ച് ചെയ്യണം കേട്ടോ. ടച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സംഭവം? ടച്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് പിത്ത് ബോൾസും എന്ത് സംഭവിച്ചു? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു, അല്ലെങ്കിൽ മാറിപ്പോയി. അതിന് കാരണം എന്തായിരിക്കും? ഇവിടെ റിപ്പൽ ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പൊ റിപ്പൽ ചെയ്യാൻ കാരണം ഇത് രണ്ടിനും സെയിം ചാർജ് ആയതുകൊണ്ടാണ് റിപ്പൽ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യുമെന്ന് പഠിച്ചു. അപ്പം ഏത് ചാർജ് ആയിരിക്കും ഇവിടെ കിട്ടിയത്? നമ്മളിവിടെ പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡാണ് ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇത് എന്ത് സംഭവിച്ചു? ഇതിനും രണ്ടിനും എന്തായി? പോസിറ്റീവ് ചാർജ് കിട്ടി. ടച്ച് ചെയ്തപ്പോൾ ഇതിന് രണ്ടിനും എന്തായി? പോസിറ്റീവ് ചാർജ് ഇവിടെ കിട്ടി. മനസ്സിലാകുന്നു? അപ്പൊ ഇത് എന്താണ്? ഇതും പോസിറ്റീവായി, ഇതും പോസിറ്റീവായി അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പൊ എന്ത് സംഭവിച്ചു? സെയിം ചാർജ് വന്നപ്പോൾ റിപ്പൽ ചെയ്ത് പോയി. ഇനി അതിനുശേഷം ഈ ഗ്ലാസ് റോഡ് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഓൾറെഡി ഇതിനെന്താണ്? ഇതിനൊരു പോസിറ്റീവ് ചാർജ്. ഇപ്പൊ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ബോളിനെ മൂവ് ചെയ്യല്ലേ, ഇങ്ങോട്ട് മാറിപ്പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ആണ്, ഇതിനും പോസിറ്റീവ് ആണ്. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? റിപ്പൽ ചെയ്ത് ഈ ബോൾ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ഇവിടെ ചാർജ് ചെയ്ത് പിത്ത് ബോളിന് ചാർജ് കിട്ടി. എങ്ങനെയാണ്? കണ്ടക്ഷൻ, കോണ്ടാക്ട് മൂലം. കണ്ടക്ഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് എന്ന് പറയാം ഇല്ലേ? അതായത്
സമ്പർക്കം മൂലം അവിടെ ആ പിത്ത് ബോളിന് ചാർജ് കിട്ടി. അവിടെ ഏത് ചാർജാണ് കിട്ടിയത്? സെയിം ചാർജ് ഓൺ ദ ഗ്ലാസ് റോഡ് അല്ലെ? ഏത് ചാർജ് ആണോ നമ്മൾ കോണ്ടാക്ട് ചെയ്തത് ആ ചാർജ് തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയോ പറഞ്ഞത്? എക്സ്പെരിമെന്റ് മനസ്സിലായല്ലോ? ഇത് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ആഫ്റ്റർ ടച്ചിങ് ദ ഗ്ലാസ് റോഡ് ബിറ്റ്വീൻ ദ പിത്ത് ബോൾസ് അല്ലേ? ഗ്ലാസ് റോഡ് ടച്ച് ചെയ്തതിന് ശേഷം പിത്ത് ബോൾസിന്റെ ഇടയിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കിയത്? ഈ ചിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? റിപ്പൽ ചെയ്തു അല്ലേ? അതാണ് മാറിപ്പോവില്ല. അപ്പൊ റിപ്പൽഷൻ ആണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ബിറ്റ്വീൻ ദ പിത്ത് ബോൾസ് ആൻഡ് ഗ്ലാസ് റോഡ്, ഗ്ലാസ് റോഡിന് ഇത് കേട്ടോ, ഗ്ലാസ് റോഡിന് പിത്ത് ബോളിന്റെ ഇടയിൽ അവിടെ ഏത് ഫോഴ്സ് ആണ് ഉള്ളത്? ഞാൻ നോക്കി, ഇതിങ്ങോട്ട് മാറിപ്പോവാ, പോസിറ്റീവ് വന്നു, ഇതിങ്ങോട്ട് മാറിപ്പോണെങ്കിൽ അവിടെ എന്ത് തന്നെയായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കണം. അതായത് രണ്ടിനും എന്ത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ്. രണ്ടിനും സെയിം ചാർജ് വന്നുകൊണ്ടല്ലേ റിപ്പൽ ചെയ്ത് പോയത്. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ നമ്മൾ കോണ്ടാക്ട് വഴി ഒരു ചാർജ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ചാർജ് ആണോ അവിടെ കോണ്ടാക്ട് വരുന്നത് അതേ ചാർജ് തന്നെയായിരിക്കും മറ്റു വസ്തുക്കൾക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. വാട്ട് ചാർജ് ഡസ് എ ഗ്ലാസ് റോഡ് അക്യൂസ് വെൻ റബ്ഡ് വിത്ത് എ സിൽക്ക് ക്ലോത്ത്? എന്തായിരിക്കും? ഏത് ചാർജ് ആയിരിക്കാൻ വരുന്നത്? ഗ്ലാസ് റോഡിന് ഏത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് അല്ലേ? സിൽക്ക് ക്ലോത്തുമായിട്ട് റബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് ഏത് ചാർജ് ആണ് വരുന്നത്? പോസിറ്റീവ് ചാർജ്. അക്കോർഡിംഗ് ടു ദ ടേബിൾ വാട്ട് ഈസ് എ ചാർജ് ഓഫ് ദി പിത്ത് ബോൾ? ഈ ടേബിൾ അനുസരിച്ചിട്ട് പിത്ത് ബോളിന് ഏത് ചാർജ് ആയിരിക്കാം കിട്ടുന്നത്? പോസിറ്റീവ് ചാർജ് ഉള്ള നമ്മൾ ഗ്ലാസ് റോഡ് കൊണ്ടുവന്നു. അപ്പൊ ഈ ടേബിൾ അനുസരിച്ച് ഇവിടെ റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നത്. റിപ്പൽഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ സെയിം ചാർജ്, അവിടെ വന്ന ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ്. അപ്പൊ പിത്ത് ബോളിന് ഏത് ചാർജ് ആണ് വന്നത്? പോസിറ്റീവ് ചാർജ്. വാട്ട്സ് ദ ചാർജ് ഓഫ് പിത്ത് ബോൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് തന്നെയാണ് വന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. വേർ ദ പിത്ത് ബോൾസ് ചാർജ് ഹിയർ ബൈ കോണ്ടാക്ട് അല്ലേ? കോണ്ടാക്ട് വഴിയാണല്ലോ പിത്ത് ബോൾസിന് ചാർജ് വന്നത്. എങ്ങനെയാണ്? കോണ്ടാക്ട് വഴിയാണ് അല്ലേ? ചാർജിങ് ബൈ കോണ്ടാക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാർജിങ് ബൈ കണ്ടക്ഷൻ വഴിയാണ് ഇവിടെ പിത്ത് ബോൾസിന് ചാർജ് വന്നത്. മനസ്സിലായല്ലോ? അപ്പം ദാറ്റ് ഈസ് എ ചാർജിങ് ബൈ കണ്ടക്ഷൻ. അനദർ മെത്തേഡ് എന്താണ്? നോക്കോട്ടോ. ചാർജിങ് ബൈ കണ്ടക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്റ്റ് ബൈ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. ഇത് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വരണം. ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? രണ്ട് ഒബ്ജക്ട്സിലും എന്താ നോക്കുക, ടു ഒബ്ജക്ട്സ് ദാറ്റ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് സിമിലർ ചാർജ്. രണ്ട് ഒബ്ജക്ട്സിനും എങ്ങനെയായിരിക്കും? സിമിലർ ചാർജ് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ? ചാർജിങ് ബൈ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഐഡിയ മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ടച്ച് ചെയ്യുന്നുണ്ട്. ഒരു ചാർജർ വസ്തു ന്യൂട്രൽ ആയിട്ടുള്ള വസ്തുവിനെ ടച്ച് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ആ ചാർജ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ ആവുന്നല്ലോ പറഞ്ഞത്? അതായത് സെയിം ചാർജ് തന്നെയായിരിക്കും ആ കോണ്ടാക്ട് ആയിട്ടുള്ള വസ്തുക്കൾക്ക് വരുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ ഓരോന്നിനെയും ക്വസ്റ്റിന്റെ ആൻസറും ഒക്കെ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് കേട്ടോ. കൃത്യമായിട്ട് ഓരോന്നും മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചിരിക്കുക കേട്ടോ. സെയിം ചാർജ് ആണ് വരുന്നത്, അത് പ്രത്യേകം ഓർത്തോണം. ചാർജിങ് ബൈ കോണ്ടാക്ട് ആകുമ്പോൾ ആ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന വസ്തുവിന് സെയിം ചാർജ് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ? ഇത് അങ്ങനെ ആവുകയാണെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ വേറെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. ദ മെത്തേഡ് ഓഫ് ചാർജിങ് എ മെറ്റൽ സ്ഫിയർ യൂസിങ് എ നെഗറ്റീവ്ലി ചാർജ് ഗ്ലാസ് റോഡ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു മെറ്റൽ സ്ഫിയർ ആണ് കേട്ടോ. മെറ്റൽ സ്ഫിയർ ആണ്. ദെൻ എന്താണ്? അത് ഒരു ഗ്ലാസ് റോഡ്, എന്ത് തരത്തിലുള്ള ഗ്ലാസ് റോഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നെഗറ്റീവ്ലി ചാർജ്ഡ് കേട്ടോ. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് റോഡാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നോക്കി എന്താണ് സംഭവിക്കുന്നത്? കോണ്ടാക്ട് വന്നിരിക്കുക. കോണ്ടാക്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? കോണ്ടാക്ട് വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഇല്ലേ? ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഈ മെറ്റൽ സ്ഫിയറിലേക്ക് അവിടെ വരും. ക്ലിയർ ആവുന്നല്ല പറഞ്ഞത്? പിന്നെ ഈ പിന്നെന്താണ്? ഈ ഗ്ലാസ് റോഡ് നമ്മളവിടെ മാറ്റി ഇല്ല. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ഗ്ലാസ് റോഡ് ഇവിടെ മാറ്റി. അപ്പൊ എന്ത് ചെയ്യും? എക്സ്ട്രാ ഇലക്ട്രോൺസ് ഈ സ്ഫിയറിൽ തന്നെ റിമൈൻ ചെയ്യും. അപ്പൊ ഇതിന്റെ ചാർജ് എന്തായിട്ട് മാറുന്നുണ്ട്? നെഗറ്റീവ് ചാർജ് ആയിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ആദ്യമേ ഒരു അൺചാർജ്ഡ് മെറ്റൽ സ്ഫിയർ, അൺചാർജ്ഡ് ആയിട്ടുള്ള മെറ്റൽ സ്ഫിയർ ആണ്, അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിലെങ്ങനെയാണ് അൺചാർജ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ന്യൂട്രൽ ആണ്. അത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഈ മെറ്റലിന് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും, അതായത് ന്യൂട്രൽ ആണ് കേട്ടോ ഓർത്തിരിക്കുന്നത്. ന്യൂട്രൽ ആണ്. ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഒരു നെഗറ്റീവ്ലി ഗ്ലാസ് റോഡ് നമ്മൾ ഇങ്ങോട്ട് വന്ന് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് എന്താണ്? ഇങ്ങോട്ട് മൂവ് ചെയ്യും ഇല്ലേ? കോണ്ടാക്ട് വന്നു. അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും.
അതിന് കാരണം എന്താണ്? ഇത് ഒരു കണ്ടക്ടർ ആണല്ലോ, മെറ്റൽ അല്ല, അപ്പൊ കണ്ടക്ടർ ആണ്, അപ്പൊ ഈസി ആയിട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലാസ് റോഡ് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇവിടെ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഒന്നുമല്ല, എക്സ്ട്രാ ഇലക്ട്രോൺസ് അവിടെ ഓൾറെഡി ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, എക്സ്ട്രാ ഇലക്ട്രോൺസ് അവിടെ റിമൈൻ ചെയ്യും. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ ഉള്ളത്, ന്യൂട്രൽ ആകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആണ്, അപ്പോൾ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നു, അതവിടെ റിമൈൻ ചെയ്തിട്ട് അത് എന്തായിട്ട് മാറി? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോളായിട്ട് മാറി. മനസ്സിലായല്ലോ? അതാ ഇവിടെ സ്റ്റെപ്പുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അൺചാർജ്ഡ് മെറ്റൽ സ്ഫിയർ ഈസ് സസ്പെൻഡ് ബൈ ഇൻസുലേറ്റിംഗ് ത്രെഡ്. ഇറ്റ് ഹാസ് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്, ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. പിന്നെ നെഗറ്റീവ്ലി ചാർജ് ഗ്ലാസ് റോഡ് ഈസ് ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് എ മെറ്റൽ സ്ഫിയർ. അപ്പോൾ എന്ത് സംഭവിക്കും? വെൻ ദ റോഡ് ടച്ചസ് ദ സ്ഫിയർ ഇലക്ട്രോൺസ് മൂവ് ഫ്രം ദ ഗ്ലാസ് റോഡ് ടു ദ മെറ്റൽ സ്ഫിയർ. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ആഫ്റ്റർ സം ടൈം റിമൂവ് ദ ഗ്ലാസ് റോഡ്, സം ഓഫ് ദ എക്സ്ട്രാ ഇലക്ട്രോൺസ് റിമൈൻ ഓൺ ദ സ്ഫിയർ. Therefore, the metal sphere becomes negatively charged. Clear ആയല്ലോ? അപ്പം മെറ്റൽ സ്ഫിയർ എന്തായിട്ട് മാറി? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറി, അതായത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പം ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? എന്താന്ന് നോക്കിയാൽ, ഇൻ ചാർജിങ് ബൈ കണ്ടക്ഷൻ ഡയറക്റ്റ് കോൺടാക്ട് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ ചാർജ്ഡ് ആൻഡ് അൺചാർജ്ഡ് ഒബ്ജക്റ്റ്. ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടായിരിക്കണം. ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ബോത്ത് ഒബ്ജക്ട്സ് അക്യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് ചാർജ്. ദാറ്റ് ഈസ് ദ ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു, അതായത് ചാർജസ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? റബ്ബ് ചെയ്യുമ്പോൾ ചാർജിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇല്ല, ചാർജ് ഉണ്ടാകുന്നു, റബ്ബിംഗ് ബൈ ചാർജ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടക്ഷൻ മതി, കോണ്ടാക്ട് വഴി ചാർജ് ഉണ്ടാകുന്നു പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്പൊ അതൊരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ പെയിന്റിംഗ് എന്ന് പറയും കേട്ടോ. വെഹിക്കിൾസിലൊക്കെ, വാഹനങ്ങളിലൊക്കെ നിങ്ങൾ എന്താണ് പെയിന്റ് അടിക്കില്ല, സ്പ്രേ പെയിന്റ് അടിക്കില്ല, അതായതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ പെയിന്റിംഗ് ആണ് കേട്ടോ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ ഈ വരുന്നതാണ്. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഓരോരോ സാധനങ്ങളൊക്കെ സ്പ്രേ പെയിന്റ് ചെയ്യുന്നത്, ഈ പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. അപ്പൊ ഏതിലേക്കാണോ നമ്മൾ പെയിന്റ് ചെയ്യുന്നത് അതിന് നമ്മളൊരു പർട്ടിക്കുലർ ചാർജ് കൊടുക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ കാറിന് നമ്മൾ പോസിറ്റീവ് ചാർജ് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുകയാണ്. ഈ സ്പ്രേ പെയിന് നെഗറ്റീവ് ചാർജും കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് ചാർജ് ആകുമ്പോൾ അട്രാക്ട് ചെയ്യും. അപ്പം കറക്റ്റ് ആയിട്ട് അതവിടെ കോണ്ടാക്ട് വന്നിട്ട് കറക്റ്റ് ഫിനിഷിങ്ങിലായിട്ട് ക്ലിയർ ആയിട്ട് അത് വരും. ക്ലിയർ ആയല്ലോ? ഞാൻ നോക്കിയേ, വെൻ ഒബ്ജക്ട്സ് ആർ റബ്ഡ് ഓർ ടച്ച്ഡ് ഇലക്ട്രിക് ചാർജസ് മേ അക്യുമുലേറ്റ് ഓൺ ദം. നമ്മൾ പഠിച്ചതാണ് അല്ലേ? വേർ ഡു വി മേക്ക് യൂസ് ഓഫ് ദി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ നോക്കിയാൽ ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ പെയിന്റിംഗ് ഇതൊരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. നോക്കുക, ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ദ ചാർജ് ഓഫ് ദി പെയിന്റ് ഡ്രോപ്ലെറ്റ്സ്? പെയിന്റ് ഡ്രോപ്ലെറ്റ്സിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ്. വാട്ട് ഇസ് ദ ചാർജ് ഓഫ് ദി പാർട്ട് ടു ബി പെയിന്റഡ്? പെയിന്റ് ചെയ്യേണ്ട പാർട്ടിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ആണ് അല്ലേ? വൈ ഡു പെയിന്റ് ഡ്രോപ്ലെറ്റ്സ് സ്റ്റിക്ക് ടു ദ ചാർജർ സർഫസ്? ഈ ചാർജർ സർഫസ് ഉണ്ടല്ലോ, ഈ ചാർജർ സർഫസിലേക്ക് ഈ പെയിന്റിന്റെ ഡ്രോപ്ലെറ്റ്സ് സ്റ്റിക്ക് ചെയ്യാൻ കാരണം എന്താണ്? അട്രാക്ഷൻ മൂലം. അപ്പൊ എന്ത് പറയാം? ഡ്യൂ ടു ദ അട്രാക്ഷൻ എന്ന് പറയാം അല്ലേ? ഡ്യൂ ടു ദ അട്രാക്ഷൻ. എന്തൊക്കെ തമ്മിലാണ് അട്രാക്ഷൻ? ഡ്യൂ ടു ദ അട്രാക്ഷൻ ബിറ്റ്വീൻ പെയിന്റ് ഡ്രോപ്ലെറ്റ്സ് അല്ലെ? പെയിന്റ് ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയാം. ഡ്യൂ ടു ദ അട്രാക്ഷൻ ബിറ്റ്വീൻ പെയിന്റ് ഡ്രോപ്ലെറ്റ്സ്. അതിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ്. പെയിന്റ് ഡ്രോപ്ലെറ്റ്സ് ആൻഡ് ദ ബോഡി എന്ന് പറയാം അല്ലേ? ആൻഡ് ദ കാർ ബോഡി എന്നോ അല്ലെങ്കിൽ ബോഡി എന്ന് പറയാം. പോസിറ്റീവ്, അതിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം ഈ രണ്ട് പെയിന്റ് ഡ്രോപ്സിന്റെ നെഗറ്റീവ് ചാർജും കാറിന്റെ ബോഡി എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അത് തമ്മിൽ എന്താണ്? അട്രാക്ഷൻ അവിടെ നടക്കുന്നതുകൊണ്ടാണ് അവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാൻ സാധിക്കുന്നത്. വേറെ എങ്ങോട്ടും ഇത് എന്താണ്, ഇപ്പം ഈ പൈപ്പയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പിക്ചേഴ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം കാറിൽ മാത്രമല്ല, മറ്റ് എന്താണ് ഇൻസ്ട്രുമെന്റ്സിലും അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെ നമ്മൾ സ്പ്രേ പെയിന്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് മൂലം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഒരു ആപ്ലിക്കേഷന് വരുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ പെയിന്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോട്ടോ കോപ്പിയർ മെഷീനില്ലേ, ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കുന്ന മെഷീനില്ലേ, അത് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ഫോട്ടോ കോപ്പിയർ മെഷീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു ചിത്രം, അതിന്റെ വർക്കിങ്ങിന് ബന്ധമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കറിയാം, നമ്മുടെ പേപ്പറുകൾ നമ്മളൊരു ഗ്ലാസ് ഇതിന്റെ മേലോട്ടാണല്ലോ വെക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു പേപ്പർ വെക്കും, എന്നിട്ട് അത് നമ്മൾ അടയ്ക്കുവാണല്ലോ ചെയ്യുന്നത്. അടയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരു ലൈറ്റ് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പർ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത്, എ എന്ന് പറഞ്ഞിരിക്കുന്ന ലെറ്റർ, ഇതിന് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. അപ്പോൾ ആ പേപ്പർ അവിടെ വെച്ചു. അപ്പോൾ എന്താ താഴെ നിന്ന് ലൈറ്റ് വന്ന് വീണിട്ട് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡ്രം എന്ന് എഴുതിയിരിക്കുന്നുണ്ട്, ഈ ഡ്രമ്മിലേക്ക് വന്ന് വീഴുവാണ് ചെയ്യുന്നത്.
ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് ഈ ലെറ്റർ എങ്ങനെയാണ് ഡ്രമ്മിലേക്ക് വന്ന് വീഴും. ഈ ഡ്രമ്മിന്റെ പ്രത്യേകത വെച്ചാൽ ഡ്രമ്മിന്റെ സർഫസ് മുഴുവൻ പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. ഡ്രമ്മിന്റെ സർഫസ് മുഴുവൻ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വന്ന് വീഴുമ്പോൾ അങ്ങനെ ഇവിടെ ഈ ഡാർക്ക് കളേഴ്സിൽ, അതായത് ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്ലാക്കിലെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യൂല. ഈ വൈറ്റ് പോർഷൻ എല്ലാം റിഫ്ലക്ട് ചെയ്ത് പോകും. ഈ ബ്ലാക്ക് പോർഷൻ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോവില്ല. അപ്പൊ ഇത് എന്ത് സംഭവിക്കുന്നത്, ഈ ലെറ്ററെ ഈ ഡ്രമ്മിന്റെ മേലിലോട്ട് വരുവാണ് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലാക്ക് പോർഷനിൽ എന്താണ് റിഫ്ലക്ഷൻ നടക്കുന്നില്ലാത്തതുകൊണ്ട് ആ ബ്ലാക്ക് പോർഷനിലേക്ക് എന്താണ് ഇവിടെയുള്ള ഈ ഡ്രമ്മിന്റെ മുകളിലുള്ള പോസിറ്റീവ് ചാർജ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യും. ആ ലെറ്റർ ഏതാണോ ലെറ്റർ അതിന്റെ ബ്ലാക്ക് പോർഷനിലേക്ക് ഈ പോസിറ്റീവ് ചാർജ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യും. ഡ്രമ്മിങ്ങിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ടോണർ ഉണ്ട്. ഈ ടോണറിന്റെ ചാർജ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ആണ് ടോണറിന്. മനസ്സിലായല്ലോ. അപ്പൊ ഈ ഇവിടെ എന്താണ് സംഭവിച്ചത്, ലെറ്റർ എ ഇവിടെ വന്നു, അതിലേക്കുള്ള പോസിറ്റീവ് ചാർജ് എല്ലാം ബാക്കി വൈറ്റ് പോർഷനെല്ലാം റിഫ്ലക്ട് ചെയ്ത് പോയി. പോസിറ്റീവ് ചാർജ് എല്ലാം ഇവിടെ ആ എയിലേക്ക് വന്നു. കണ്ടോ, ഈ ചിത്രം കണ്ടോ, ഇവിടെ നോക്കണ്ട എയിലേക്ക് വന്നു. അപ്പൊ ഈ ടോണറിന്റെ ചാർജ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ എന്ത് സംഭവം, ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഈ ലെറ്റർ എയിലേക്ക് ടോണർ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് പേപ്പർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, ഇവിടെ നമ്മൾ പേപ്പർ ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പേപ്പർ ഇവിടെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഈ പേപ്പർ എന്ന് വെച്ചാൽ ചാർജ്ഡ് പേപ്പറാണ്. അതിന്റെ ചാർജ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ആണ്, ഹൈലി പോസിറ്റീവ് ചാർജ് ഉള്ള പേപ്പറാണ് നമ്മൾ ഇവിടെ വെക്കുമ്പോൾ ഇതിങ്ങ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സമയം പോസിറ്റീവ് ചാർജ് അതിങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ ഡ്രം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇതിൽ ലെറ്റർ എ ഉണ്ട്, അത് ഈ ടോണറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ പോസിറ്റീവ് ചാർജുള്ള പേപ്പർ ഇങ്ങോട്ട് വരുമ്പോൾ ആ പേപ്പർ ബൈ കോണ്ടാക്ട് വരും. ക്ലിയർ ആയല്ലോ, ഹൈലി പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇവിടെയും വന്നിരിക്കുന്നത് എന്താണ്, ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഇതാണല്ലോ, ഇതാണല്ലോ, അത് മുഴുവൻ പോസിറ്റീവ് ചാർജ് ആണല്ലോ. അപ്പൊ അതിവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അത് എന്നിട്ട് ഒന്നുകൂടെ ഇവിടെ വേറെ സംഭവം കൊണ്ട് ഉണ്ട്, അതുവഴി ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു വർക്കിംഗ് ആണ് കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കോട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വായിച്ച് നോക്കി മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പം ഇത് എന്താണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ബൈ കോണ്ടാക്ട് കേട്ടോ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ക്ലിയർ ആയല്ലോ. ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. വാട്ട് ഈസ് എ ചാർജ് ഗിവൺ ടു ദ ടോണർ പാർട്ടിക്കിൾസ് ഹിയർ. ടോണർ പാർട്ടിക്കിൾസിന് കൊടുത്തിരുന്ന ചാർജ് ഏതാണ്, നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. ടോണർ പാർട്ടിക്കിൾസിന് ഏത് ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവ് ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി വാട്ട് കോസസ് എ ടോണർ പാർട്ടിക്കിൾസ് ടു സ്റ്റിക്ക് ടു ദ ഡ്രം ആസ് ഇറ്റ് റൊട്ടേറ്റ്സ്. എന്താണ് ഇല്ലേ, എന്താണ് ഈ ടോണർ പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്, ഡ്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോണർ പാർട്ടിക്കിൾസ് അവിടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അതിന് കാരണം എന്താണ്, ഇവിടെ എന്താണ് ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഡ്രമ്മിൽ എന്താണ്, എ പോസിറ്റീവ് ചാർജ് ആണല്ലേ. അപ്പൊ ആ പോസിറ്റീവ് ചാർജ് ടോണർ നെഗറ്റീവ് ആണ്, അത് അട്രാക്ട് ചെയ്യും. അപ്പൊ നെഗറ്റീവ്ലി ചാർജ് ടോണർ പാർട്ടിക്കിൾസ് അട്രാക്ട് അല്ലേ, അട്രാക്ട് ടു ദ പോസിറ്റീവ് ചാർജ് ഏരിയ എന്ന് പറയാം. പോസിറ്റീവ് ചാർജ് ഏരിയ എന്ന് വെച്ചാൽ എ പോസിറ്റീവ് ചാർജ് ആയി ഇല്ലേ. ആ പോസിറ്റീവ് ചാർജ് ഏരിയയിലേക്ക് ഈ ടോണറിലെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തു, അട്രാക്ട് ചെയ്തു നമുക്ക് പറയാം. മനസ്സിലായല്ലോ. വാട്ട് ഈസ് എ ചാർജ് ഗിവൻ ടു ദ പേപ്പർ. ഇവിടെ കൊടുക്കുന്ന പേപ്പറിന് ഏത് ചാർജ് ആണ്, പേപ്പറിന് പോസിറ്റീവ് ചാർജ് ആണ്. വൈ ഡു ദ ടോണർ പാർട്ടിക്കിൾ സ്റ്റിക്സ് ടു ദ പേപ്പർ. ഈ ടോണർ പാർട്ടിക്കിൾ എന്താണ് ആ പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ കാരണം എന്താണ്, ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പേപ്പർ ഇത് സംഭവിക്കുന്നുണ്ട്, ഈ ടോണർ പാർട്ടിക്കിളിലേക്ക് എന്താണ് അട്രാക്ട് ചെയ്യുന്നത് പറഞ്ഞു ഇല്ല. ഡ്രമ്മിലുള്ള ആ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവം, ഇതിലും കൂടെ പാസ് ചെയ്യുമ്പോൾ ഇല്ല, ഇതിലും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവം, അത് പെർമനന്റ് ആയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കും. അത് പിന്നെ വേറെ ഫ്യൂസർ എന്ന് പറഞ്ഞൊരു ഇതുകൊണ്ട് കേട്ടോ. അവിടെ വന്നു കഴിയുമ്പോൾ അത് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് നിൽക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ വൈ ഡു ദ ടോണർ പാർട്ടിക്കിൾ സ്റ്റിക്സ് ടു ദ പേപ്പർ. കാരണം എന്താണ്, ടോണർ പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ചെയ്യാൻ കാരണം എന്താണ്, ഹൈലി ചാർജ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജുള്ള പേപ്പറാണ് ഇവിടെ വരുന്നത്. അത് അട്രാക്ട് ചെയ്യും. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ടോണർ പാർട്ടിക്കിളെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ ടോണർ പാർട്ടിക്കിൾ ഇവിടെ എയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മൂവ് ചെയ്തിട്ട് ഈ ഇവിടെ ഒരു ബെൽറ്റ് പോലെ ഉണ്ട് കേട്ടോ. ആ ബെൽറ്റ് കൂടെ ഇങ്ങനെ ഇതുണ്ടല്ലേ, ഒരു ബെൽറ്റ് ഉണ്ട് ഇവിടെ. ബെൽറ്റ് കൂടെ മൂവ് ചെയ്തിട്ട് പിന്നെ അത് ഒന്നുകൂടെ പെർമനന്റ് ആക്കും കൊണ്ട് ഫിക്സ് ആക്കിയിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് ഇവിടെ ഫോട്ടോ കോപ്പിയറിൽ സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസേഴ്സുകളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ. വാട്ട് ഇസ് ദ ചാർജ് ഗിവൻ ടു ദ ടോണർ പാർട്ടിക്കിൾസ്. നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത്. വാട്ട് കോസസ് ദ ടോണർ പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ടു ദ ഡ്രം ആസ് ഇറ്റ് റൊട്ടേറ്റ്സ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ടോണർ പാർട്ടിക്കിൾസ് എന്താണ്, അട്രാക്ട് അല്ലെ, അട്രാക്ട് ടു ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ഏരിയാസ് എന്ന് പറയും. വാട്ട് ഇസ് ദ ചാർജ് ഗിവൻ ടു ദ പേപ്പർ. സ്ട്രോങ്ങർ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. വൈ ഡു ദ ടോണർ പാർട്ടിക്കിൾ സ്റ്റിക്സ് ടു ദ പേപ്പർ. സ്റ്റിക്ക് ചെയ്യാൻ കാരണം എന്താണ്, പോസിറ്റീവ് ചാർജ്ഡ് പേപ്പർ എന്തെങ്കിലും നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ടോണർ പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്യും ഡ്രമ്മിൽ നിന്നും. പിന്നെ എന്താണ്, അത് വേറെ ഞാൻ ഒരു ഹീറ്റർ, ഒരു ഫ്യൂസർ എന്ന് പറഞ്ഞൊരു ഒരു സെക്ഷൻ ഉണ്ട്, അവിടെയും കൂടെ കടന്നു പോയിട്ട് പെർമനന്റ് ആയിട്ട് അത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ ലെറ്റർ അവിടെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് രൂപത്തിൽ വരുന്നത്. ഇതെന്താണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്.
ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ വർക്ക് ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിച്ചാൽ മതി, മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. വർക്കിംഗ് ഒന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഏതിനാണ് പോസിറ്റീവ് ചാർജ്, ഏതിനാണ് നെഗറ്റീവ് ചാർജ്, ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. ഇനി ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമുക്ക് ഉപകാരമാണെന്ന് പറഞ്ഞു. ഫോട്ടോ കോപ്പിയർ മെഷീനും അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ല സ്പ്രേ പെയിന്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഹാംഫുൾ ആണ്. ചില സിറ്റുവേഷനിൽ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഹാംഫുൾ ആകാറുണ്ട്. കേട്ടില്ല? ഈ ഒരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ആ ഒരാൾ ഡോറിൽ പിടിക്കുന്നു, ഇല്ലേ? നമുക്കറിയാം നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ റബ്ബ് ചെയ്യുന്ന, അല്ലെ? റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ നടക്കുമ്പോഴൊക്കെയാണ് കാർപ്പറ്റിലേക്ക് നടക്കുവാണെന്ന് റബ്ബ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് ചാർജ് വരും, ഇല്ലേ? ബോഡി ചാർജ് ആവുന്നുണ്ട്. അപ്പൊ ആ ചാർജ് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ചാർജ് ഉണ്ട്, ന്യൂട്രലൈസ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴൊക്കെ നടക്കുമ്പോഴൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജ് നമ്മുടെ ബോഡിയിലേക്ക് വരും. അപ്പൊ ആ ചാർജുമായിട്ട് നമ്മൾ ഇത് കണ്ടില്ല, ഡോറിലൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഡോറിൽ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ എന്താണ് ഈ നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ചാർജസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഹാൻഡിൽ കൂടെ ഇതിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു സ്പാർക്ക് പോലെ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചാപ്റ്ററിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞില്ലേ, അല്ലേ? എന്താണ് ആ ചിത്രത്തിൽ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ടെക്നീഷ്യൻസ്മാർ അത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നു, ഫോണൊക്കെ എന്താണ് നന്നാക്കുന്നവര് ഗ്ലൗസ് ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? അത് ഇതേ റീസൺ തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഈ ഗ്ലൗസ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ട് റബ്ബ് ചെയ്യുമ്പോഴൊക്കെ എക്സ്ട്രാ ചാർജസ് വരും. ആ ചാർജസ് എന്താണ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചിപ്പുകളും കാര്യങ്ങളൊക്കെ, മൈക്രോ ചിപ്പും ട്രാൻസിസ്റ്റേഴ്സും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സുകളൊക്കെയാണ് ഈ ഇതിലൊക്കെ ഉള്ളത്. ഇതിലുള്ളത് നമ്മുടെ ഈ ഫോണും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ എക്സ്ട്രാ ചാർജസ് നമ്മുടെ കയ്യിൽ കൂടി എക്സ്ട്രാ ചാർജസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഗ്ലൗ ഒക്കെ ധരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണമാണ് എന്താണ് സ്പാർക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എക്സ്ട്രാ ഇലക്ട്രിസിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടിയൊക്കെയാണ് അവർ ഗ്ലൗ ഒക്കെ ധരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദറ്റ് ഈസ് റീസൺ. മനസ്സിലായല്ലോ? ഞാൻ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. വെൻ യു വോക്ക് ഓൺ എ കാർപ്പറ്റ് യുവർ ബോഡി പിക്സ് അപ്പ് എക്സ്ട്രാ ഇലക്ട്രിക് ചാർജസ്. എ മെറ്റൽ ഡോർ നോബ് ഹാസ് നോ എക്സ്ട്രാ ചാർജ്. ന്യൂട്രലാണ്. ഈ നോബിന് എന്താണ്? ന്യൂട്രൽ ചാർജ് ആണുള്ളൂ. അപ്പം എക്സ്ട്രാ ചാർജസ് ഈ നമ്മുടെ ഹാൻഡ് വഴി ഈ നോബിലേക്ക് വരും. അപ്പം എന്താണ്? ഒരു ചെറിയൊരു ചൈനീസ് സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഷോക്കായിട്ട് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇലക്ട്രീഷ്യന്മാർ അല്ലെങ്കിൽ എന്താണ് ടെക്നീഷ്യൻസ്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഷോസ് ചാർജസ് ഫ്ലോയിങ് വെൻ എ പേഴ്സൺ ഹു ഹാസ് അക്യുമുലേറ്റഡ് എ ചാർജ് ടച്ചസ് ആണ് ഇലക്ട്രോണിക് ഡിവൈസ്. കണ്ടല്ലേ? ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലേ, ഇലക്ട്രോൺസ് ഇവിടെ വന്ന് നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെയുള്ളത്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ചാർജസ് ഇതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഡാമേജ് വരും, അല്ലേ? അപ്പം ഇഫ് എ പേഴ്സൺ വിത്ത് എ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ടച്ചസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ ടച്ച് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രോണിക് ഡിവൈസിൽ ടച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എ സഡൻ ഫ്ലോ ഓഫ് ചാർജ്, അല്ലേ, ക്യാൻ ഡാമേജ് സെൻസിറ്റീവ് പാർട്സ് ലൈക്ക് ചിപ്സ്, സർക്യൂട്ട്സ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഗ്ലൗ ഒക്കെ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക് ഉപയോഗമുണ്ട്, അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസ് അത് ഹാംഫുള്ളും ആണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? ചാർജിങ് ബൈ കണ്ടക്ഷൻ, അല്ലേ? കണ്ടക്ഷൻ മെത്തേഡിൽ ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ബൈ കോണ്ടാക്ട് വരുവാണെന്നുണ്ടെങ്കിൽ സെയിം ചാർജ് ആയിരിക്കും അക്യുമുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഇല്ല? അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു. സ്പ്രേ പെയിൻറ്റിങ്, ഫോട്ടോ കോപ്പിയറൊക്കെ കേട്ടോ. ഫോട്ടോ കോപ്പിയറിന് എഴുതിയിരിക്കുന്ന വായിച്ച് നോക്കുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ എന്താണ് ഓരോന്നിൻ്റെയും ക്വസ്റ്റിന് ആൻസറും കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വായിച്ച് നോക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് നോക്കണം. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഐഡിയയും കൺസെപ്റ്റും ക്ലിയർ ആക്കി മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക, ചോദിക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ബാക്കി പാർട്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്